പ്രിയ പ്രേക്ഷകർക്കും റംസാൻ നിലാവളി ഇഫ്താർ വിഭവങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഒരു ഭക്തിഗാനത്തോടുകൂടി ആരംഭിക്കാം. ദൈവത്തെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും പ്രശസ്ത ഗായിക സുജാത പാടിയ മനോഹരമായൊരു ഗാനത്തിൻ്റെ കുറച്ച് വരികളിലൂടെ ഇന്ന് നമുക്ക് ഇഫ്താർ വിഭവങ്ങളിലേക്ക് പോവാം. അകലേ അകലെ പള്ളി മിനാരം അഹദൻ മദ്ഹ് വാഴ്ത്തും നേരം തുടരും നോവിനിരുളിൽ നിന്റെ വചനം കാതിലുണരുന്നു. പകലും രാവും ഒരുപോൽ നിന്റെ കനിവിൻ കാവലൊഴുകുന്നു. അകലേ അകലെ പള്ളി മിനാരം അഹദിൻ മദ്ഹ് വാഴ്ത്തും നേരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇഫ്താർ വിഭവങ്ങൾ ഒരു വെറൈറ്റി ഐറ്റം ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അമലാണ്. അമൽ, എന്താണ് ചിരട്ടയൊക്കെ വെച്ചിട്ടാണ് അമലിന്റെ ഐറ്റം? ഇന്ന് ചിരട്ടമാലയാണ്. ഇത് ചിരട്ടൻ്റെ ഇങ്ങനെ അവിടെ ഹോളിട്ടിട്ട് നന്നായി ക്ലീൻ ചെയ്തിട്ട് ഇതിൽ കൂടെ ബാറ്റർ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ചിരട്ടമാല. പ്രഷർ കണ്ടല്ലോ, 3 കണ്ണിൽ 1 കണ്ണ് നമ്മൾ ഓട്ടയാക്കി എടുത്തിട്ട് നല്ല ക്ലീൻ ആക്കിയ ഒരു ചിരട്ടയാണ്. ഇത് വെച്ചിട്ട് നമ്മുടെ സ്വീറ്റ് ആയിരിക്കും. അതെ അതെ, സ്വീറ്റാണ്. നമ്മൾ കഴിഞ്ഞ തവണ ഒരു സ്വീറ്റാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണ അമാൽ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ചിരട്ടമാലയ്ക്ക്? ഫസ്റ്റ് കാര്യം പറഞ്ഞു, ചിരട്ടയാണ് മെയിൻ. ബാക്കി ഐറ്റംസ് പറഞ്ഞോളൂ, എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്? മെയിനായിട്ട് ചിരട്ട തന്നെയാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതിൽ പോലെ ഇത് ഒരു ഹോളിടുക, ഹോളിട്ടിട്ട് ഇത് മാറ്റി വെക്കുക. പിന്നെ വരുന്നത് മുട്ട. നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ടുള്ള മുട്ട എടുക്കുക. ആ മുട്ട അടിച്ചിട്ട് നമ്മൾ ഒരു അതിന് പാകത്തിന് കട്ടിയാക്കിയിട്ട് വരുന്ന രീതിക്കുള്ള മാവ് പൊടി മൈദ എടുക്കുക. പിന്നെ ഏലക്കായ, ഉപ്പ്, നുള്ളുപ്പ്, അത്ര ഉള്ളൂ. പിന്നെ പഞ്ചസാര. മെയിനായിട്ട് പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് പാകത്തിന് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് 5 മുട്ടയാണ്. അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള മൈദ, ഒരു നുള്ളുപ്പിന് വേണ്ടിയുള്ള ഉപ്പ്, ഫ്ലേവറിന് ഏലക്കായ, മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര, പിന്നെ നമ്മുടെ മെയിൻ ചിരട്ട. ഇനി ഇതെങ്ങനെയാണ്? ഇനി ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, മുട്ട മിക്സിയിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് പിന്നെ നല്ല നന്നായിട്ട് ഏലക്ക പഞ്ചസാര, നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര നോക്കിയിട്ട് ഇടുക. അപ്പം ഇതിൽ 5 എണ്ണത്തിൽ ഞാനിപ്പോൾ ഏകദേശം ഇടാൻ പോണത് ഒരു 3 കയ്യിലിട്ട് വെക്കണം. എന്നിട്ട് നമുക്ക് മധുരം കുറവ് തോന്നുകയാണെങ്കിൽ ബാക്കി നമുക്ക് വേണമെങ്കിൽ ചേർക്കാൻ ആവശ്യമുള്ളവർക്ക് അത്ര എണ്ണുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. ഈ ഐറ്റംസ് ഒക്കെ കൂടി ഒന്ന് അടിച്ചെടുക്കാം, ചെയ്ത് നോക്കാം നമുക്ക്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം മുട്ട 5 എണ്ണം എടുത്തിട്ടുണ്ട്. 5 മുട്ട നമുക്ക് ഇതിൽ പൊട്ടിച്ചൊഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഉപ്പ്, ഒരു നുള്ളുപ്പിട്ട, പിന്നെ ഏലക്കായ തൊലി കളഞ്ഞിട്ട് കുരു ഇതിൽക്കിട്ട്, പിന്നെ വരുന്നത് പഞ്ചസാര പാകത്തിന്. നമുക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇതിൽക്കിടുന്നത് 3 കയ്യിലാണ്. പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്കിടാം. എന്നിട്ട് ഇതൊക്കെ മിക്സിയിൽ അടിച്ച് കഴിഞ്ഞിട്ട് തിക്കാവണ വരെ നമുക്ക് ഇതിൽ പൊടി ഇട്ട് കൊടുക്കാം. ആദ്യം അതുപോലെ നമുക്ക് ഇങ്ങനെ പൊടി ഇട്ടിട്ട് ഈ മുട്ടയും പഞ്ചസാരയും ഏലക്കയും മാത്രമാണ് നമ്മൾ ആദ്യം അടിച്ചെടുക്കുന്നത്. പിന്നെ അതൊന്ന് കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് പൊടി ഇട്ടിട്ട് ഈ ചിരട്ടയിലേക്ക് ഇതിലേക്ക് ഇങ്ങനെ നമുക്ക് ഒഴിച്ചിട്ടൊരു തിക്കുണ്ട്. ആ തിക്കിനനുസരിച്ച് ആവണ വരെ നമ്മൾ പൊടി മുട്ടയിൽ അങ്ങനെ ആക്കി എടുക്കണം. നമ്മൾ അത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ആദ്യം വേഗം പരിപാടിയിലേക്ക് കടക്കാം. നമ്മളെ മുട്ട അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളുപ്പിട്ട് കിട്ടുന്നില്ല. ഏലക്ക കുരു തൊലി വേണ്ട, കുരു ഇട്ടാൽ മതി. ചതക്കണം എന്നൊന്നുമില്ല. എന്തായാലും ഇത് മിക്സിയിലിട്ടിട്ട് അടിക്കല്ല, അപ്പൊ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് പഞ്ചസാര ഇടാം. ചിരട്ടക്കയിൽ തന്നെയാണ് ചിരട്ടമാലൊക്കെ ഉണ്ടാക്കാൻ പോണത്. ചിരട്ട ഫുൾ ചിരട്ടമാലയ്ക്കല്ല, ചിരട്ട. നമുക്ക് ആദ്യം
ഒരു കയ്യിൽ ഒരു കയ്യിലും കൂടി ഇടട്ടാ. മതി മതി. നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. ഇത്രയും ആയി. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അടിച്ചെടുത്തിട്ട് വരാം. നമ്മൾ മുട്ട അടിച്ചേക്കണ്. ഇതിലേക്ക് ഇനി നമ്മൾ ഈ പൊടി മിക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇത് ജാറിൽ തന്നെ മിക്സ് ചെയ്യാം. ഇതിൽ തന്നെ അടിച്ചാൽ മതി. നമുക്ക് കുറേശ്ശെ വെച്ചിട്ട് അതിന്റെ തിക്ക് എങ്ങനെയാ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ആ ഹോളിൽ നിന്ന് വരുന്ന ആ രീതിക്ക് ചിരട്ടന്റെ ഹോൾ കൂടെ കറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിലേക്ക് ആവാൻ വേണ്ടിയിട്ട് ഈ അടിച്ച മുട്ടയിലേക്ക് നമ്മൾ അത്യാവശ്യത്തിന് ഇത് നമുക്ക് ഇനി ഒന്നുകൂടെ അടിച്ചെടുത്തിട്ട് വരാം ചെയ്തിട്ട്. അപ്പോൾ നമ്മളിവിടെ പൊടി ഇതിലിട്ട് മിക്സ് ചെയ്തിട്ട് ബാറ്റർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കായിട്ടുണ്ട്. ജാറിനതിലേക്ക് അത് പിന്നെ എന്താ പറയാ, നമ്മള് മിക്സിയിൽ അടിക്കാതെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മള് ഈ മുട്ട അടിച്ചിട്ട് അതിലിങ്ങനെ കുറേശ്ശെ പൊടി ഇട്ട് കൊടുത്തിട്ട് കേക്കിനൊക്കെ അങ്ങനെ ചെറുതായിട്ട് മെല്ലെ അങ്ങനെ ആക്കിയത്. ഇതിപ്പോ എളുപ്പത്തിന് അതൊക്കെ പെട്ടെന്നുള്ളത്. എല്ലാം പെട്ടെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയതും അതും പെട്ടെന്ന്, ഇവിടെ ഇതും പെട്ടെന്നുള്ള. അപ്പൊ ഇത് ഇതേപോലെയാണ് കിട്ടേണ്ടത്. അപ്പം ഇനി ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. ഒഴിച്ചിട്ട് ഇതേ രീതിക്ക് ഇങ്ങനെ വരണം. ഇങ്ങനെ നൂല് പോലെ ഇങ്ങനെ നൂല് പോലെ വരണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്റർ. നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിരട്ടമാലൻ്റെ ബാറ്റർ നല്ല കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ചിരട്ട കയ്യിലിരിക്കുകയാണ്. പിന്നെ നമുക്ക് റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ ചട്ടിയിൽ എണ്ണ നല്ല ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് വേഗം നോക്കാം. ഇതിനാണ് ഇത്ര കട്ടിക്ക് എടുക്കണം അല്ലേ? കുറച്ച് ഒഴിച്ചാലും പെട്ടെന്ന് ചോർന്ന പോലൊക്കെ എടുത്തിട്ട് ഇവിടെ നമ്മളിങ്ങനെ പൊത്തി പിടിക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ ചുറ്റിച്ചെടുക്കുക. പൊക്ക് പൊക്ക്. ഇതാണ് ചിരട്ടമാല. നമ്മളെ ജിലേബിൻ്റെ ഒക്കെ ഒരു കട്ടില്ലേ? നോക്കാക്കോ, അടുപ്പൊന്ന് നോക്കോ. പെട്ടെന്ന് തന്നെ കോരി എടുക്കണം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇത് നല്ല എണ്ണ ഒന്നും കൂടി ചുറ്റി വരുന്നത്. ഒരു 4 ചുറ്റലൊക്കെ ചുറ്റിയാൽ മതി. അപ്പത്തേക്ക് നമുക്ക് അത്യാവശ്യം ഒരു ചിരട്ടന്റെ അധികം പെട്ടെന്ന് നമുക്ക് എടുത്ത് കോരി എടുക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കളർ മാറും. ഫുള്ളുണ്ടാക്കി കൂടെ അപ്പൊ തന്നെ കരിയും. ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട പരിപാടി. ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് ക്ഷമയുള്ള പരിപാടിയാണിത്. ഇതിന് ക്ഷമയില്ലാതെ പെട്ടെന്ന് തീർത്ത് പോകാൻ പറ്റൂല. പെട്ടെന്ന് ഉണ്ടാക്കാനൊക്കെ പറ്റുന്നതാണ്. പക്ഷെ കരിഞ്ഞിട്ട് നല്ല ശ്രദ്ധ വേണം. കാരണം തീ ഹൈ ഫ്ലെയിമിലാണ് ഈ സംഭവം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടാക്കാൻ നല്ല പ്രാക്ടീസ് ഉള്ളവർക്ക് നല്ല വൃത്തിക്ക് നല്ല ഭംഗിയിൽ കിട്ടും. ഞാനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് അല്ല, അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നല്ല രീതിക്ക് ഉണ്ടാക്കും. അപ്പോൾ ചിരട്ടമാല റെഡി. താങ്ക് യു. അപ്പോൾ നമ്മുടെ അമ്മ കഴിഞ്ഞ തവണ നമുക്കൊരു സ്വീറ്റാണ് ഉണ്ടാക്കി തന്നത്. ഇപ്രാവശ്യം സ്വീറ്റാണ്. ഇതാണ് നമ്മുടെ ചിരട്ടമാല. സിമ്പിളാണ്. മുട്ടയും മൈദയും പഞ്ചസാരയും ഇലക്കെ. പിന്നെ അമൽ പറഞ്ഞതെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. പക്ഷെ ഇതിനൊക്കെ അങ്ങനെ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ആക്കി നമുക്ക് വരാം. നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
നല്ല എന്താ പറയാ സോഫ്റ്റ് ആയിട്ടുള്ള ഭയങ്കര സോഫ്റ്റ് ആണ്, ഇങ്ങനെ നല്ല ഫ്ലഫി ആയിട്ട് ഈ പഞ്ഞിമുട്ടായിൻ്റെ ഒക്കെ മാതിരി കാണുമ്പോൾ ഇതിങ്ങനെ തൊടുമ്പോൾ കുറച്ച് ക്രിസ്പിയാണ്, പക്ഷെ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് പാകം മധുരമാണ്. എന്താ മധുരം ഒക്കെയാണ്, നല്ല പാകം മധുരമാണ്. അപ്പോൾ കുറച്ച് മുട്ടയൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്നാക്കായിട്ടും അല്ലാതെയൊക്കെ കഴിക്കാം. പിന്നെ ഇതും നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള ആളുകൾ നോമ്പ് കാലത്തും അല്ലാതെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഭവങ്ങളിലൊന്നാണ്. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം അമാൽ, അടുത്ത വിഭവമായിട്ട് നമുക്ക് എന്തായാലും അടുത്ത് കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചിരട്ടമാലയാണ്. ആ വിഭവം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയത് ഷഹന അമലാണ്. അപ്പോൾ അമൽ ഉണ്ടാക്കിയ വിഭവം അടിപൊളിയാണ്, നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നമ്മുടെ സാധാരണക്കാരായ വീട്ടമ്മമാർ അവരുടെ സ്പെഷ്യലായിട്ടുള്ള രുചികൾ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയ വിഭവങ്ങളുമായി റംസാൻ നിലാവളി ഇഫ്താർ വിഭവങ്ങളുടെ പുതിയ എപ്പിസോഡിലൂടെ കാണാം. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും റംസാൻ മുബാറക്.